ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു VLSI with Gitanjali. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ നിന്നുള്ള എല്ലാ കൺവേർഷൻസും നമ്മൾ പഠിച്ചല്ലേ. ഡെസിമൽ ടു ബൈനറി നോക്കി, ഡെസിമൽ ടു ഒക്ടൽ നോക്കി, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ നോക്കി. സോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബാക്കി എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും സോൾവ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ ബാക്കി എല്ലാ നമ്പർ സിസ്റ്റത്തിൽ നിന്നും എങ്ങനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആയിരിക്കും നോക്കുക. അപ്പൊ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, അതിലാകെ 2 ഡിജിറ്റ്സ് ആണ് വരാ, ദാറ്റ് ഈസ് 0 and 1. ആൻഡ് ഇഫ് വി ഹാവ് എ ബൈനറി വാല്യൂ, അതിന്റെ ഓരോ ബിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊസിഷണൽ വെയിറ്റ്സ് ഉണ്ടാകും. ആൻഡ് ആ പൊസിഷണൽ വെയിറ്റ്സിനെ നമ്മൾ 2ന്റെ പവേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എഴുതി തുടങ്ങുക? ഫ്രം ദ റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്നും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന പോലെയാണ് എഴുതുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ 1010 ടു ദ ബേസ് 2 ആണ് നമ്മുടെ ബൈനറി വാല്യൂ എങ്കിൽ നമ്മൾ അതിന് പൊസിഷണൽ വെയിറ്റ്സ് അക്കോർഡിംഗ്ലി ഇങ്ങനെയാണ് എഴുതുക. ഫ്രം ദ റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്നും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിനി കൺവേർഷൻ നോക്കാം. അപ്പൊ നമുക്കൊരു ബൈനറി വാല്യൂവിനെ ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇപ്പൊ ചെയ്ത് ഇത്രയും സ്റ്റെപ്സ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പൊസിഷണൽ വെയിറ്റ്സിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടുകളെല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കൺവേർഷൻ ചെയ്യേണ്ടത്. ഞാൻ അതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ 1010 ടു ദ ബേസ് 2. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ ബിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് എഴുതണം. പൊസിഷൻ വെയിറ്റ്സ് എഴുതുമ്പോൾ തെറ്റിക്കരുത്. റൈറ്റ് മോസ്റ്റ് ബിറ്റ് ചെയ്ത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലേക്ക് വേണം പൊസിഷൻ വെയിറ്റ്സ് എഴുതാൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ബിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 വെച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ആ ഫ്ലോക്ക് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ 0യുടെ പൊസിഷനിൽ വരുന്ന വാല്യൂ നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ദെൻ അടുത്ത പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 2:1 ആണ്. കറസ്പോണ്ടിങ് ബിറ്റ് 1 ആണ്. സോ 1 into 2 2 കിട്ടി. നെക്സ്റ്റ് നമുക്ക് പൊസിഷണൽ വെയിറ്റിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ബിറ്റ് 0 ആണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മുടെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 2:3 8 ആണ്. സോ 1 into 8 നമുക്ക് 8 കിട്ടി. സോ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 + 2 10 ആണ് കിട്ടിയത്. സോ 1010 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 10 ആണ് നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഞാനൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ ഡെസിമൽ ടു അതർ കൺവേർഷൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ജനറലി നമുക്ക് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ റാഡിക്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ റിവേഴ്സ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ പ്രോസസ്സും റിവേഴ്സ് ആവും. ഇവിടെ നമുക്ക് നമ്മള് ഏതിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ റാഡിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 11001 ടു ദ ബേസ് 2 ആണല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് നമ്മൾ എഴുതുക. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്ന് വേണം കേട്ടോ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. സോ 1 into 2:0. 2:0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ആൻസർ 1 കിട്ടി. ഇനി എന്താണ്? 0 into 2:1. അത് 0 ആയി പോകും. വീണ്ടും 0 into 2:2. അത് എന്തായി പോകും? 0 ആയി പോകും. ഇനി എന്തുണ്ട്? 1 into 2:3 ഉണ്ട്. 1 into 2:3 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമുക്ക് 8 കിട്ടി. ഇനി എന്താ? 1 into 2:4 കഴിഞ്ഞല്ലേ? 1 into 2:4 എന്ന് പറയുന്നത് 16 ആണ്. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി എല്ലാ വാല്യൂസിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 ആണ് ആൻസർ കിട്ടിയത് അല്ലേ? അപ്പൊ 11001 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് 25 ടു ദ ബേസ് 10 ആണ് ഡെസിമലിൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഇതില് ഇന്റീജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട് അല്ലേ? നമ്മുടെ ബൈനറി പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഇന്റീജർ പാർട്ട് ആൻഡ് ബൈനറി പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ
പറഞ്ഞൊരു കാര്യമാണിത്. ഇവിടെയും പ്രൊസീജിയർ സെയിം തന്നെയാണ്. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇന്റീജർ പാർട്ടിന് നമ്മൾ പോസിറ്റീവ് പവേഴ്സ് ഓഫ് 2 വെച്ചിട്ടാണ് കൊടുത്തെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എഴുതുമ്പോൾ നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത് കേട്ടോ. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ. നമ്മൾ ആദ്യം എന്ത് എഴുതി? ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് നമ്മൾ എഴുതി. ഓക്കെ, ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് എഴുതി. അപ്പൊ നമ്മൾ ഇന്റീജർ പാർട്ടിനെ നമ്മൾ എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് എഴുതുക, ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ ഫ്രാക്ഷണൽ പാർട്ടിനെ എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത്? നമുക്ക് ഓരോ ബിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയിറ്റ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഞാൻ അത് ഇന്റീജർ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇന്റീജർ പാർട്ട് എടുക്കുമ്പോൾ എന്താ വരാ? 1 × 2⁻². അത് നമുക്ക് എന്ത് കിട്ടും? 2⁻², 4 ആണ്. സോ 1 × 4 is 4. അടുത്തത് 0 ആണ്, നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാം. അടുത്തത് 1 × 2⁻². 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 × 2⁻0 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. നമ്മൾ ബൈനറി പോയിന്റ് അങ്ങനെ നമ്മൾ താഴെ എടുത്തിടാം. ഓക്കെ, ബൈനറി പോയിന്റ് അങ്ങനെ താഴെ എടുത്തിടാം. അതിനുശേഷം നമ്മൾ എന്താ? 1 × 2⁻1 അല്ലെ? 2⁻1 എന്ന് 0.5 ആണ്. സോ 1 × 2⁻1 0.5 കിട്ടി. അത് 0 ആണ്, നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് 1 × 2⁻3. അതിന്റെ ആൻസർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.125 ആണ് കിട്ടുക. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സോ ആദ്യം ഇന്റീജർ പാർട്സിന്റെ വാല്യൂസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. സോ 4, 0, 1 അല്ലെ? 4 + 0 + 1 നമുക്ക് 5 ആണ് ഇന്റീജർ പാർട്ടിന്റെ വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിന്റെ വാല്യൂ നോക്കാം. 0.5 + 0.125. ഓക്കെ, എന്താണ് ആൻസർ കിട്ടിയത്? 0.625. നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടിയ ഇന്റീജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി. ഓക്കെ, സോ 101 ബൈനറി പോയിന്റ് 101 to the base 2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുക? 5.625 to the base 10 ആണെന്ന് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 4 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുകൂടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് തറ ആയിക്കോളും. ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കൺവേർഷൻസ് എല്ലാം നോക്കാം. So for the time being, do the practice questions and post your answer in the comment section. If you find this video helpful, please like, share, subscribe our channel and follow our Instagram for more updates on VLSA with Geetanjali. So thanks for watching and happy learning.